ഇത്തവണ വിഷുവിൻ്റെ പൈനാപ്പിൾ പച്ചടി ആയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സദ്യയിലെ ഐറ്റമാണ് പൈനാപ്പിൾ പച്ചടി. നേരിയ മധുരവും പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ്. റെസിപ്പി കണ്ടാലോ. ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ ഇവിടെ നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ ഒരു പകുതി എടുത്ത് നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടാൻ എളുപ്പമായിരിക്കും. ഈ കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് പച്ചമുളകും കൂടി ചേർത്ത് വേവിച്ചെടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചടിക്ക് മഞ്ഞ കളറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു തിള വരുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലുമാണ് കുക്ക് ചെയ്യേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് തേങ്ങ ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരമുറി തേങ്ങ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പൈനാപ്പിൾ വെന്ത് വന്നാൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് തിള വന്ന് വേവായ ശേഷം തേങ്ങ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം തിളയ്ക്കേണ്ട, ഒന്ന് തിള വന്നാൽ മതി. നന്നായിട്ട് തിള വന്ന ശേഷം അടുപ്പിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ പഴുത്തതാണെങ്കിലും അത്ര മധുരമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത് ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. തീരെ പുളിയില്ലാത്ത തൈര് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് തൂമിച്ച് അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വറവിട്ട് കൊടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ.